തിരുവനന്തപുരത്ത് വി രാജേഷിന്റെ പ്രകടനം അത്യുജ്വലമായിരുന്നല്ലോ. മോദിജി വാരിപ്പുണർന്നു. അതെ അതെ, ഭയങ്കര ട്രമൻഡസ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള അത്യുജ്വല പ്രകടനം ഇന്ന് രാജേഷ് തിരുവനന്തപുരം മേയർ നടത്തി. കാരണം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, ഇതൊക്കെ കണ്ട് രാജേഷിൻ്റെ പ്രസംഗമൊക്കെ കണ്ടാൽ നമ്മുടെ ഡബിൾ എയർ റഹീമൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് സംസാരിക്കും. കാരണം ഇന്നലെ വരെ നമ്മൾ തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന, തിരുവനന്തപുരത്തെ ഒരു ജില്ലയിലെ നേതാവായി കണ്ടിരുന്ന രാജേഷ് ഒരു നാഷണൽ ഫിഗറായിട്ട് മാറുകയാണ്. രാജേഷ് സംസാരിക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു മലയാളത്തിലാണെന്ന്. രാജേഷ് ഒന്നാം തരം ഇംഗ്ലീഷിൽ, അതാണ് ഞാൻ ഡബിൾ എയർ റഹീമിൻ്റെ കാര്യം പറഞ്ഞത്, വളരെ ഫ്ലുവൻ്റായിട്ട് വളരെ കൃത്യമായി പ്രധാനമന്ത്രി കേൾക്കാൻ വേണ്ടിയിട്ട് പ്രസംഗിച്ചത് മാത്രമല്ല, അദ്ദേഹം പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടുകളെ പറഞ്ഞു. രാജേഷ് പറഞ്ഞ ഇങ്ങനെയാണ്: ഞങ്ങൾ അധികാരത്തിൽ വന്ന 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരുമെന്ന് പറഞ്ഞു. ഇരിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മോദി അത് കേട്ട് മോദി ഇങ്ങനെ നോക്കി തൊഴുതു. മോദി സാഗൂതം രാജേഷിൻ്റെ പ്രസംഗം, ഇംഗ്ലീഷിലുള്ള പ്രസംഗം ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ഇംഗ്ലീഷിൽ, പാർലമെൻറ്റിൽ ഇരിക്കുന്ന ആശാന്മാർക്ക് വരെ ഇംഗ്ലീഷിൽ 2 സെൻറ്റൻസ് തികച്ച് പറയാൻ അറിയില്ല. എഴുതി വായിച്ചാൽ തെറ്റും, നോക്കി വായിച്ചാൽ തെറ്റും. അങ്ങനെയുള്ള പാർലമെൻറ്റ് അംഗങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം എന്ന് പറയുന്ന കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ മേയർ വളരെ ഫ്ലുവൻ്റായിട്ട് അതിമനോഹരമായി തൻ്റെ കാര്യങ്ങൾ മോദി കേൾക്കാൻ വേണ്ടി, പ്രധാനമന്ത്രി കേൾക്കണമല്ലോ, മലയാളത്തിൽ പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മോദിയുടെ കാതിലെത്തുമ്പോൾ ഒരുപാട് വൈകും. അതുകൊണ്ട് വൈകുമെന്ന് പറഞ്ഞാൽ അത് മോദി പിന്നെ പൂർണ്ണമായി അറിയണമെന്നില്ല എന്താണ് രാജേഷ് മലയാളത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു. മോദിക്ക് ഇംഗ്ലീഷ് വളരെ കൃത്യമായി അറിയാവുന്ന നരേന്ദ്രമോദി അത് സാഗൂതം കേൾക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു. മോദിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് 45 ദിവസത്തിനുള്ളിൽ മോദി വരുമ്പോൾ, പ്രധാനമന്ത്രി വരുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു വികസന രേഖ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു 10 ദിവസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ടങ്ങ് പോയി. പിന്നെ ഉണ്ടായിരുന്നത് ഒരു 15 ദിവസം കഷ്ടിച്ച് കിട്ടി. 15 ദിവസം കൊണ്ട് ഞങ്ങൾ ഒരു നയരേഖ ഉണ്ടാക്കി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങയുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതങ്ങ് പരിഗണിച്ച് അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അങ്ങയുടെ ഭാഗത്തു നിന്ന് ചെയ്തു തരാവുന്ന സഹായങ്ങൾ ചെയ്തു തരണം. നരേന്ദ്രമോദി എന്നുള്ള പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ ഞാൻ BJPക്ക് സപ്പോർട്ട് ചെയ്യുന്ന 51 കൗൺസിലർമാരുടെ മാത്രം പേരിലല്ല, ഈ കോർപ്പറേഷനിലെ 100 കൗൺസിലർമാർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത്. നോക്കൂ, എന്തൊരു സ്റ്റേറ്റ്മാൻഷിപ്പാണ്. എൻ്റെ പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നു, ഞങ്ങളുടെ പാർട്ടിയുടെ ആവശ്യം ഇതാണ്, ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സഹായിക്കണം എന്നല്ല രാജേഷ് പറഞ്ഞിരിക്കുന്നത്. ഈ കോർപ്പറേഷനിലെ മുഴുവൻ കൗൺസിലർമാർക്കും, കോൺഗ്രസ്സുകാരും CPMകാരുമായ കൗൺസിലർമാർക്ക് വേണ്ടി കൂടെ ഞാൻ സംസാരിക്കുന്നു. കാരണം അവരെല്ലാം വേറെ പാർട്ടിക്കാരാണെങ്കിലും ആദരണീയനായ പ്രധാനമന്ത്രി അങ്ങയുടെ വരവ്, അങ്ങ് ഈ നഗരത്തിന് വേണ്ടി, ഈ കോർപ്പറേഷന് വേണ്ടി അങ്ങ് ചെയ്യുന്ന സഹായങ്ങൾ അവർ കാത്തിരിക്കുന്നു. അതുകൊണ്ട് 51 പേർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. തിരുവനന്തപുരത്തിന് അങ്ങയുടെ സ്നേഹമുണ്ടാവണം, കരുതലുണ്ടാവണം, ശ്രദ്ധയുണ്ടാവണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഉന്നതമായ രാഷ്ട്രീയ മൂല്യമുള്ള ഒരാൾക്ക് വേണ്ടി, അങ്ങനെ ഒരാൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓർക്കുന്നില്ലേ, നമ്മുടെ ഈ ഫ്ലോറിൽ വന്ന് സംസാരിച്ചപ്പോഴും ഗണേഷ് കുമാർ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ, എന്താ പറയേണ്ടത്, ഞാനൊന്നും പറയുന്നില്ല, ആ മന്ത്രിയായിരുന്ന അയാൾ എടുത്ത നിലപാടുണ്ടല്ലോ, വണ്ടി വേണേൽ എടുത്തുകൊണ്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞ്, കോർപ്പറേഷൻ്റെ ഇലക്ട്രിക് ബസ്സുകൾ എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞ വിവാദം സൂചിപ്പിച്ചപ്പോൾ എന്താണ് രാജേഷ് പറഞ്ഞത്? ഞാൻ ഇരിക്കുന്ന ഈ കസേരയിൽ ഇരുന്നുകൊണ്ടാണ് രാജേഷ് പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറയാൻ അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ അദ്ദേഹത്തിനുണ്ടാവാം. അത് ആ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എന്നാണ് രാജേഷ് പറഞ്ഞത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അങ്ങനെയല്ല, അങ്ങനെ പറയാവോ? എന്തൊക്കെ പറഞ്ഞു വേണമെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യത്തോടെ, ശത്രുതയോടെ രാജേഷ് സംസാരിക്കാം. രാജേഷ് പക്വതയോടെ സംസാരിച്ചു. അതിനു മുമ്പ് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ പത്രസമ്മേളനത്തിലും എത്ര അവധാനതയോടെയാണ് സംസാരിച്ചത്. ഗണേശൻ തകർന്നുപോയി. ഗണേശൻ ഒരു തനി രാഷ്ട്രീയക്കാരനെ പോലെ, ഒരു മൂന്നാംകിട ഗുണ്ടയെ പോലെ, മുണ്ടുമടക്കി കുത്തി സംസാരിക്കുന്ന ഗൂണ്ടയെ പോലെ സംസാരിച്ചപ്പോൾ രാജേഷ്, തിരുവനന്തപുരത്തിൻ്റെ മേയർ, സംസാരിച്ചത് സകലരുടെയും പ്രശംസ പിടിച്ചു പറ്റി. അങ്ങനെ വേണം രാഷ്ട്രീയം പറയാതെ, ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട്. മുൻ മേയർ തന്നെ ഈ KSRTCയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചത് കടലാസുകൾ വെച്ചിട്ട് സംസാരിച്ചപ്പോൾ ആ വിവാദം അവിടെ കെട്ടടങ്ങിപ്പോയി. കാരണം ഒന്നും പറയാനില്ലാതെ പോയി ഭരണപക്ഷത്തിന്, മന്ത്രിക്ക് എന്ന് പറയുന്നത് പോലെയാണ്. മുഴുവനെയും ഉൾക്കൊള്ളുക, അതാണ് BJPയുടെ ഒരു കൾച്ചർ. കാരണം BJP എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു പാർട്ടിയാണല്ലോ. ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ രാജേഷ് ആ സംസ്കൃതിയുടെ പ്രതീകം പോലെ നിന്നിട്ട് എല്ലാത്തിനെയും ഉൾക്കൊണ്ട് സംസാരിക്കുന്നു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ മുന്നോട്ട് വെച്ചു, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ 2030 ആകുമ്പോൾ, ഈ കോർപ്പറേഷൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ അതിലൊന്ന് തിരുവനന്തപുരം ആയിരിക്കണം. അത് ഞങ്ങൾ നടപ്പാക്കും. നോക്കൂ, എത്ര തൻ്റെ ഇടത്തോടെ, ആർജവത്തോടെ
ആണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങളത് ചെയ്യും. എന്താണ് രാജ്യത്തെ ഏറ്റവും മികച്ച 3 പട്ടണങ്ങൾ തിരുവനന്തപുരം, ഏതൊരു മനുഷ്യനും വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്ന നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുമെന്നാണ് രാജേഷ് പറയുന്നത്. ഒരു വലിയ പ്രഖ്യാപനമാണ്. വലിയ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. രാജേഷിൻ്റെ ശബ്ദത്തിൽ ആത്മാർത്ഥതയുണ്ട്, സത്യസന്ധതയുണ്ട്. അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഈ ശബരിമല ഉൾപ്പെടെ സകല ക്ഷേത്രങ്ങളും കൊള്ളയടിക്കുക, ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുക, ഇതൊക്കെ പറയുന്ന രാഷ്ട്രീയക്കാരെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രാജേഷ് വന്നിട്ട് പ്രതിപക്ഷത്തെ കൂടെ ഉൾപ്പെടുത്തി ഞങ്ങൾ തിരുവനന്തപുരത്തെ നഗരസഭാ അംഗങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, ഞാൻ അവരുടെ മാത്രം BJPക്കാരുടെ മാത്രം പ്രതിനിധി അല്ല എന്ന് പറയുന്നു. ആര്യ രാജേന്ദ്രൻ കത്തെഴുതിയല്ലേ, നമ്മുടെ സഖാക്കളെ ഇത്ര ഒഴിവുണ്ട്, പാർട്ടിക്കാരുടെ ലിസ്റ്റിംഗ് എന്നേക്ക്, പാർട്ടിക്കാരുടെ മേയറായിരുന്നു. പക്ഷേ അവിടെ നിന്നാണ് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പിലേക്ക് രാജേഷ് വളരുന്നത്. രാജേഷ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലെ ഏതു പദവിയും നിസ്സംശയം ഏൽപ്പിച്ചു കൊടുക്കാവുന്ന ഒരാളെന്നുള്ളതിലേക്ക് രാജേഷ് വളർന്നിട്ടുണ്ട്. രാജേഷിൻ്റെ അസൂയാലുക്കളുടെ എണ്ണം കൂടാതിരിക്കട്ടെ. ഏതായാലും രാജേഷിൽ നിന്ന് നമ്മൾ വലിയൊരു മാതൃകയാണ് പഠിക്കുന്നത്. ഇത് രാജേഷിൻ്റെ മാത്രമല്ല, BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ സംസ്കാരമാണ്. ഏതൊരു BJPക്കാരനും അധികാരത്തിൽ വന്നാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. അല്ലാതെ ഈ അലക്കി തേച്ച ഖദർ ഉടുപ്പ് ഇട്ട് കക്ഷത്തിൽ കുരു വന്ന പോലെ നടക്കുന്ന രാഷ്ട്രീയക്കാരൊന്നും BJPയിൽ അങ്ങനെയൊന്നുമില്ല. ഉണ്ടായിരിക്കാം വല്ലവരുമൊക്കെ, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കാണുന്നവരൊക്കെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആളുകളാണ് BJPയുടെ കാര്യകർത്താക്കളായിട്ടുള്ളവർ. അതിന് വലിയ മാതൃക രാജേഷിൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ ഒരു വലിയ മാതൃക, രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു മാതൃക രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നൊരു മാതൃകയുണ്ടല്ലോ, വികസനം എന്ന് പറയുന്നൊരു മാതൃക. വികസിത കേരളം എന്നാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. വികസനത്തെക്കുറിച്ചാണ് രാജേഷ് സംസാരിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്, എല്ലാവരും പറയുന്നത്. അപ്പം നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന വികസിത ഭാരതം എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവട് കൂടി അടുപ്പിക്കാൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യകർത്താവ് തിരുവനന്തപുരത്ത് മേയറായി വന്നിരിക്കുന്നത് വളരെ അഭിമാനകരമാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ രാജേഷിനെ എയർപോർട്ടിൽ വെച്ച് ക്ഷണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വിവാദം ഉണ്ടാക്കി. പക്ഷേ എന്താ കണ്ടത്? 2 വേദിയിൽ പങ്കെടുത്തു. രാജേഷിനെ കണ്ടപ്പോൾ വാരി പുണരുകയായിരുന്നു നരേന്ദ്രമോദി. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി, ഭാരതത്തിൻ്റെ ജീവവായുവായിട്ടുള്ള, ഭാരതത്തിൻ്റെ അഭിമാനമായ പ്രധാനമന്ത്രി തൻ്റെ നെഞ്ചോട് ചേർത്ത് വാരിപ്പുണർന്നു രാജേഷിനെ എന്ന് പറഞ്ഞാൽ ഒരു മേയറെ എത്രയോ മേയർമാർ ഇന്ത്യയിലുണ്ട് അല്ലേ, 100 കണക്ക്. അങ്ങനെയുള്ള ഒരാളെ നെഞ്ചോട് ചേർത്ത് നിൻ്റെ കൂടെ ഞാനുണ്ടടാ രാജേഷേ എന്ന് പറയുന്നതിന് തുല്യമാണ് അല്ലേ. ഒരു വലിയ മാതൃക. രാജേഷിന് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന എല്ലാ ഊർജ്ജവും ആ ഹഗ്ഗിൽ നിന്ന്, ആലിംഗനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വലിയ ഊർജ്ജത, ഭയങ്കര പോസിറ്റീവാണ് നരേന്ദ്രമോദിയെ കാണുന്നത്. ആ പോസിറ്റിവിറ്റി ഉള്ളൊരു മനുഷ്യൻ നമ്മളെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് ആശയങ്ങളുടെ ആ ഊർജ്ജത്തിൻ്റെ ഒരു പ്രവാഹം നമ്മുടെ ശരീരത്തിലൂടെ ഉണ്ടാവും. രാജേഷിൻ്റെ ഭാഗ്യം ആണ്, മഹാഭാഗ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജേഷിന് മുമ്പ് കണ്ടിട്ടുണ്ട്, ഹസ്തദാനമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു നിപ്പുണ്ടല്ലോ, ആ നിപ്പ് ഓരോ തിരുവനന്തപുരംകാർക്കുമല്ല, ഓരോ മലയാളിക്കും അഭിമാനമാണ്. കാരണം ഇങ്ങനെ പ്രധാനമന്ത്രി കരുതലോടെ കൊണ്ടു നടന്നിട്ടുണ്ട് ആരെ? സുരേഷ് ഗോപിയെ അല്ലേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ഇനി BJPയിലുണ്ട്. അവരൊക്കെ മുൻനിരയിലേക്ക് വരണം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് കേരളത്തിൽ ഈ രാജേഷിനെ പോലെ ഔദ്യോഗിക ഭരണഘടനാപരമായ ചുമതലകളിലേക്ക് ഒരു 10 or 25 BJPക്കാർ കൂടെ കയറി വരാവുന്ന സാഹചര്യമുണ്ട്. ഏതായാലും അഭിമാനമാണ്, സന്തോഷമാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ. കാരണം കേരളത്തിൽ ഇതുവരെ പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു, വികസനത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു. വികസനത്തിൻ്റെ രാഷ്ട്രീയം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാന കാവൽക്കാരൻ വന്നിട്ട് തിരുവനന്തപുരത്തിൻ്റെ കാവൽക്കാരനെ ആലിംഗനം ചെയ്തത് ഓരോ മലയാളിക്കുമുള്ള ഒരു അംഗീകാരം കൂടിയാണ്. ഏതായാലും രാജേഷ്, അഭിനന്ദനങ്ങൾ. തിരുവനന്തപുരം കോർപ്പറേഷൻ രാജ്യത്തെ 3 പ്രധാനപ്പെട്ട നഗരങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുണ്ടാവട്ടെ എന്നാണ് ഇന്ത്യ ലൈവ് രാജേഷിനും ടീമിനും നൽകുന്ന ആശംസ. തിരുവനന്തപുരത്തെ BJPക്കാരല്ലാത്ത കൗൺസിലർമാരോട് ഒന്ന് പറയാനുണ്ട്, അവരൊന്ന് ശ്രദ്ധിക്കണം. കാരണം രാജേഷ് ഇന്ന് വരെ മേയറായതിനു ശേഷം BJPയുടെ കൗൺസിലർ എന്ന നിലയിലല്ല, BJPയുടെ മേയർ എന്ന നിലയിലല്ല സംസാരിച്ചിട്ടുള്ളത്. മുഴുവൻ ജനങ്ങളുടെയും മുഴുവൻ കൗൺസിലർമാരുടെയും മേയർ എന്ന നിലയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. നിങ്ങളുടെ മേയറൊന്നും, മുൻകാലത്തുള്ള മേയർമാരൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല. അദ്ദേഹം മുൻകാലത്തെ മേയർമാർ എടുക്കാത്ത ഒരു ശരീരഭാഷയും സംസാരവും പെരുമാറ്റ രീതിയുമാണ് തിരുവനന്തപുരം മേയർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് സർവാത്മന ഉൾക്കൊണ്ട് രാജേഷിൻ്റെ ടീമിൻ്റെ ഭാഗമായി നിങ്ങൾ 100 പേരും പ്രവർത്തിച്ചാൽ നിങ്ങളുടെ നഗരം തിരുവനന്തപുരം ഇന്ത്യയിലല്ല ലോകത്തിലെ ഏറ്റവും
സമൃദ്ധമായ, സമ്പന്നമായ, ഐശ്വര്യപൂർണ്ണമായ നഗരമായി മാറും. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശ്രീപത്മനാഭൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ. നിങ്ങൾ സങ്കുചിതമായ രാഷ്ട്രീയ കളങ്ങൾ വിട്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഴുവൻ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുമായി നല്ല ആശയങ്ങളും നല്ല വാർത്തകളും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ത്യ ലൈവിൻ്റെ IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞു വരും. അതിലും തൊട്ടുപുറത്ത് കാണുന്ന ബെൽ ഐക്കണിലും ഒന്ന് വിരലമർത്താൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള കരുത്ത്.